ചെല്ലാനത്ത് കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ചവരെല്ലാം ഗുണ്ടകളാണ് എന്ന സംസ്ഥാന ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ്റെ പരാമർശം അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം. അദ്ദേഹം ഇന്നു മുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തോന്നി തുടങ്ങിയത്? താടി വെച്ചിരുന്നു, അതുകൊണ്ട് ഗുണ്ടകളാണ്. താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ്. എൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ പിടിച്ച് നിൽക്കുന്നവരിൽ ഭൂരിഭാഗം പേര് താടിക്കാരാണ്. താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് ഒരു മന്ത്രി വിചാരിക്കാൻ പോയാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? താടി വെച്ചതുകൊണ്ട് അവർ ഗുണ്ടകളാണെന്ന് വിചാരിച്ചു. പത്രത്തിൽ കണ്ടപ്പോഴാണ് പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത്. അവിടെ രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി, പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയെ പോലെ സജി ചെറിയാനാകാൻ പോയല്ലോ. കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ. അതൊരു പ്രതിഷേധത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ്, താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാളുകയാണ് എന്ന് വിവിധ ആശുപത്രികളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ബോധ്യമായിരിക്കുന്നു. എല്ലാ മെഡിക്കൽ കോളേജിലും കുഴപ്പമാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായുണ്ട്. എല്ലാ ആശുപത്രികളിലും സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല. ഞാൻ പറഞ്ഞു, സർജറി ചെയ്താൽ കെട്ടാൻ തുന്നാനുള്ള നൂല് പോലും ഈ രോഗി മേടിച്ചുകൊണ്ട് വരണം. ഇന്നിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, മോളിൽ നിന്ന് പരിക്കേറ്റ് വീണ ഒരാൾക്ക് 88,000 രൂപ പാവപ്പെട്ട കുടുംബം കൊടുക്കേണ്ടി വന്നു. അങ്ങോട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും എത്തിച്ചിരിക്കുന്നത്. മന്ത്രി അതിന് പറഞ്ഞ ന്യായീകരണം എന്താ? സ്വകാര്യ ആശുപത്രിയിൽ സാധനം വാങ്ങിക്കുന്ന വേഗത്തിൽ മേടിക്കാൻ പാടില്ലെന്ന്. ഇത് തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. ഞങ്ങൾ 2024 നിയമസഭയിൽ ഇത് പറഞ്ഞതാണ്, 25 പറഞ്ഞതാണ്, ഇപ്പോഴും പറഞ്ഞതാണ്. ഇതെങ്ങനെയാണ്? ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻറ്റൻറ്റ് കൊടുക്കുകയാണ് ഓരോ ആശുപത്രിയിൽ നിന്നും. ആ ഇൻറ്റൻറ്റ് കളക്ട് ചെയ്തിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിക്കുന്നത്.